Now, ejection period after the isometric contraction period in the ventricular systolic phase, where it causes the closure of your AV valve and the semilunar valves has not yet opened. അതിനുശേഷം ഈ വോളിയം എന്തുവാ സസ്റ്റെയിൻ ആയിട്ട് തന്നെ നിൽക്കുവാണ്, പക്ഷേ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുവാണ്. ആ പ്രഷർ അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇജക്ഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Now here the pressure inside the ventricles increases and it causes the opening of the semilunar valves, that is the aortic valve and your pulmonic valve. So അത് ഓപ്പൺ ചെയ്യുമ്പം the blood from the ventricles is rushed into the aorta and the pulmonary artery. From the aorta, from the left ventricle ejected into the aorta, and from the right ventricle it is ejected into the pulmonary artery. Now ഈ ഇജക്ഷനെ രണ്ട് ഫേസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മാക്സിമം ഇജക്ഷൻ പീരീഡും റെഡ്യൂസ്ഡ് ഇജക്ഷൻ പീരീഡും. ആദ്യം ഇജക്ഷൻ തരാം സെമിലുണാർ വാൽവ്സ് ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഉടനെ വരുന്ന മാക്സിമം ബ്ലഡ് ഇസ് ബീങ് റഷ്ഡ് ഔട്ട്സൈഡ് ദി ഫ്രം ദി വെൻട്രിക്കിൾസ് ടു ദി എന്തുവാ അയോട്ട ആൻഡ് പൾമണറി ആർട്ടറി. ആ മാക്സിമം ഇജക്ഷൻ പീരീഡിൻ്റെ ടൈം ഇസ് 0.11 seconds and reduced ejection time is, during this period the ejection of blood from the ventricles continues, but the force of that ejection will be much reduced than the maximum ejection period, and അതിൻ്റെ duration എന്ന് പറയുന്നത് is 0.14 seconds. So this is the end of the ventricular systolic phase. Systolic phase-ൻ്റെ അകത്ത് വെൻട്രിക്കുലർ സിസ്റ്റോളിക് ഫേസിനകത്ത് വെൻട്രിക്കിൾസ് കോൺട്രാക്റ്റ് ചെയ്യുവാണ്. ആ ഫേസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഐസോമെട്രിക് കോൺട്രാക്ഷൻ പീരീഡും ഇജക്ഷൻ പീരീഡും. ഐസോമെട്രിക് കോൺട്രാക്ഷൻ പീരീഡിന് കോൺട്രാക്ഷൻ നടക്കുന്നു, എവി വാൽവ് ക്ലോസ് ചെയ്യുന്നു, ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് കേൾക്കുന്നു, എന്നിട്ട് അത് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്നു, സെമി ലൂണാർ വാൽവ്സ് ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ല. ഇജക്ഷൻ പീരീഡിൽ വരുമ്പോൾ പിന്നെ രണ്ടായിട്ട് അത് തിരിക്കുന്നുണ്ട്, മാക്സിമം ഇജക്ഷൻ പീരീഡും റെഡ്യൂസ്ഡ് ഇജക്ഷൻ പീരീഡും. സോ അത് ആദ്യം പോകുന്ന ബ്ലഡ് ഭയങ്കര മാക്സിമലായിട്ട് റഷ് ചെയ്ത് അയോട്ടയും പൾമണറി ആർട്ടറിയും വഴി പോകുന്നു. പിന്നെ അടുത്ത 0.14 സെക്കൻഡ്സിൽ അത് കണ്ടിന്യൂ ചെയ്യും, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഫോഴ്സ്ഫുൾ ഫ്രം ദി മാക്സിമം ഇജക്ഷൻ പീരീഡ്. So this is the end of your ventricular systolic phase.